ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചത് ബോച്ച ആളുകളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ ചായപ്പൊടി പരിപാടി തുടങ്ങിയതാണ്. കാരണം ഒരു മാസം മുമ്പ് ഞാൻ 2 ചായപ്പൊടി ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തു. എനിക്ക് ഇതുവരെ അത് വീട്ടിലേക്കോ എൻ്റെ കയ്യിലേക്കോ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ബോച്ചയുടെ വീഡിയോയ്ക്ക് താഴെ എല്ലാം ഞാൻ ഇതുപോലുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരുന്നു. എന്താ ബോച്ച എനിക്ക് കിട്ടിയില്ല, പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ ആ സൈറ്റിൽ കയറി അവർ ഇമെയിൽ ഐ ഡി കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ഐ ഡി എടുത്തു. അതിനകത്ത് സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കോൾ വന്നു. അതായത് ബോച്ചടിയുടെ കംപ്ലയിൻറ്റ്സിൽ നിന്നാണ് കോൾ വന്നത്. വളരെ മാന്യമായ രീതിയിലുള്ള സംസാരമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു പാതി ദേഷ്യം എനിക്ക് അവിടെ നിന്ന് ഇല്ലാതായി. പിന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഒരു കാര്യങ്ങൾ അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ കൃത്യമായി കേട്ടു. അപ്പോൾ നമ്മളന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ പൈസ മാത്രമേ നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ഡെലിവറി ചാർജ് എക്സ്ട്രാ ആണെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. അത് പിന്നെ അവർ പറഞ്ഞു തന്നു, ഡെലിവറി ചാർജ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ബോച്ചയുടെ ജ്വല്ലറി ചെന്ന് കഴിഞ്ഞാൽ കയ്യോടെ സാധനം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ശരി ജ്വല്ലറി പോയിട്ട് എന്താണ് എക്സ്പീരിയൻസ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിയിലേക്ക് പോയി. ജ്വല്ലറിയിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ആ ചേച്ചി ഭയങ്കര സ്നേഹത്തോടെയാണ് പെരുമാറിയത്. ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ഇനി 2 ചായപ്പൊടിയും കൂടി, അതുകൊണ്ട് 2 ചായപ്പൊടിയും കൂടി അഡീഷണൽ മേടിച്ചു. അങ്ങനെ അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതിൻ്റെ ആ മൊബൈൽ നമ്പറുമായിട്ട് ബോച്ചയുടെ ജ്വല്ലറി ചെന്നാൽ നിങ്ങൾക്ക് ചായപ്പൊടി കയ്യിൽ വെച്ച് തരുന്നതായിരിക്കും.